താമസ നിയമലംഘകർക്ക് ആശ്വാസമാകുന്ന പൊതുമാപ്പിന് UAE തുടക്കമായിരിക്കുകയാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി ഒന്നുകിൽ നാട്ടിലേക്ക് മടങ്ങുകയോ അല്ലെങ്കിൽ മറ്റൊരു വിസയിൽ ഇവിടെ തുടരുകയോ ചെയ്യുന്നത്. വലിയ സജ്ജീകരണങ്ങളുമായി പ്രവാസികൾക്ക് സഹായമായി ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും രംഗത്തുണ്ട്. ഒക്ടോബർ 31 വരെ 2 മാസക്കാലത്തേക്കാണ് UAE പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാത്തരം വിസകളുടെയും കാലാവധി കഴിഞ്ഞവർ, റെസിഡൻസി നിയമം ലംഘിച്ചവർ, പാസ്പോർട്ട് ഉൾപ്പെടെ യാത്രാരേഖകൾ പൂർണ്ണമായി കൈവശമില്ലാത്തവർ തുടങ്ങിയവർക്കെല്ലാം പിഴ കൂടാതെ താമസം നിയമാനുസൃതമാക്കാനും നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പിഴയോ ശിക്ഷയോ ഇല്ലാതെ തന്നെ രാജ്യം വിടാനും അവസരം നൽകുന്നതാണ് പദ്ധതി. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന വിവിധ ഭാഷകളിലുള്ള കോൾ സെന്ററുകൾ ഉൾപ്പെടെ പദ്ധതി പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കായി വലിയ സജ്ജീകരണങ്ങളാണ് പൊതുമാപ്പിനായി UAE നേരത്തെ തന്നെ ഒരുക്കിയിരുന്നത്. സമൂഹ മാധ്യമങ്ങൾ, ലൈവ് ചാറ്റ്, ഇമെയിൽ, ഇൻ-പേഴ്സൺ കസ്റ്റമർ സർവീസ് സെന്റേഴ്സ് തുടങ്ങി 19 മേഖലകളിലൂടെ പൊതുജനങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അബുദാബിയിലെ അൽ ദഫ്ര, സുവൈഹാൻ, അൽ മഖം, അൽ ഷഹാന എന്നിവിടങ്ങളിലെ ICP കേന്ദ്രങ്ങളിലും ദുബായിലെ അൽ അവീറിലെ സെന്ററിലും ബയോമെട്രിക് ഫിംഗർ പ്രിന്റിംഗ് അടക്കം സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. Actually, I came here for the employment visa for 2-month entry permit, but companies ran away, so I stuck here. So I cannot apply my visa entry. So I get a fine. So I just now came here this amnesty program. So it is very good and fast service. So they are cancel my visa now, and I will apply for my new visa. This is the good opportunity for the UAE. രാജ്യമെങ്ങും പൊതുമാപ്പ് അപേക്ഷകൾ നൽകാനും പദ്ധതി പ്രയോജനപ്പെടുത്താനുമായി ആയിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. ഇന്ത്യക്കാർ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ ആളുകൾ രേഖകൾ ശരിയാക്കുകയും ഇവരിൽ അർഹരായവർ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുകയും ചെയ്തു. UAEയിൽ വന്നവരെല്ലാം സന്തോഷത്തോടെ കഴിയണമെന്ന ആഗ്രഹത്തെ തുടർന്നാണ് പൊതുമാപ്പ് നടപ്പാക്കുന്നതെന്ന് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മർറി പറഞ്ഞു. Already we completed around close to 1,000. Little more than 1,000 people, ladies and men, and there are some cases also with kids which we solved their problems here in the country. I think first day is we can give it very good. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ വിവിധ കേന്ദ്രങ്ങളിലും അമർ സെന്ററുകളിലും ദുബായ് അവീറിലെ താമസ കുടിയേറ്റ വകുപ്പ് ഒരുക്കിയ പ്രത്യേക കേന്ദ്രത്തിലുമായാണ് നടപടിക്രമങ്ങൾക്കായി അപേക്ഷ നൽകാൻ എത്തേണ്ടത്. എല്ലാത്തരം വിസ നിയമലംഘനങ്ങൾക്കും പിഴയില്ലാതെ പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താനാകുമെന്നതിനാൽ സന്തോഷത്താൽ കണ്ണു നിറഞ്ഞ UAEയുടെ നന്ദി പറഞ്ഞാണ് ഓരോരുത്തരും ഇവിടെ നിന്ന് മടങ്ങുന്നത്. My name is Rhea. I've been a resident of Dubai for the last 20 years. And I had an overstay problem for the last 7 years. And then I was not able to have the first amnesty given last 2018 because I was afraid I don't have any means to process my amnesty. So when the amnesty was announced last July, I immediately availed of the opportunity to fix my documents and go back to my country. I feel so happy. In fact, I cannot describe my feelings right now. I'm very thankful to the Dubai government, the immigration of Dubai, especially also the Dubai police. They helped me a lot to fix my problems. ഇന്ത്യക്കാരുടെ സഹായത്തിനായി ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും ഒപ്പം രാജ്യത്തെ വിവിധ സംഘടനകളും സർക്കാർ സേവനദാതാക്കളായ സ്ഥാപനങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി രാജ്യം വിടുന്നവർക്ക് നൽകുന്ന എക്സിറ്റ് പാസിന് 14 ദിവസത്തെ കാലാവധിയാണ് ഉണ്ടാവുക. പൊതുമാപ്പിൽ നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് തിരികെ മറ്റൊരു വിസയിൽ UAEയിലേക്ക് വരുന്നതിന് തടസ്സമില്ല എന്ന് അധികൃതർ അറിയിച്ച പശ്ചാത്തലത്തിൽ ഇത്തവണ കൂടുതൽ ആളുകൾ പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ എന്ന് ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ അറിയിച്ചു.
किसी बंदा के लिए पासपोर्ट बयान रखा है कंपनी, उस कंपनी इंडियन एम्बेसी में क्या केस लेकर आया, वो बंदा नहीं आ पाया, लेकिन उसके बंदा का बस हिंदी मालूम नहीं, कुछ मालूम नहीं है। अभी ये गवर्नमेंट, दुबई गवर्नमेंट ने आपको मिलवा दिया फ्री के लिए जाने के लिए, पूरा जो केस है जो है बस आपको मिल गया। उसके बंदा का भी जाना है, आज का मैं टिकट बनवाएंगे। पहला ही टिकट कैंसिल हो गया, एयरपोर्ट में जाके बयान, पासपोर्ट का बयान मालूम नहीं था, अभी मौका मिला उसको जा रहे हैं और तो एकदम खुशी है। दुबई के गवर्नमेंट के लिए एक तो नमस्कार ही है, अच्छी तरह रहना सबको। हाँ एकदम, आप ये बात दूसरी बंदा को भी ऐसा मौका मिलना है, तो सबको परिवार छोड़ के यहाँ तक आया, बस उनका भी मौका मिलना है। നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എമർജൻസി സർട്ടിഫിക്കറ്റും വിസ ക്രമപ്പെടുത്തേണ്ടവർക്ക് താൽക്കാലിക പാസ്പോർട്ടും അധികൃതർ നൽകും. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമെങ്കിൽ ടിക്കറ്റ് അടക്കം ലഭ്യമാക്കുമെന്നും വിവിധ കമ്പനികളുമായി ഇക്കാര്യം ചർച്ച ചെയ്തു വരികയാണെന്നും കോൺസുൽ ജനറൽ വ്യക്തമാക്കി. The one message which consulate would wish to give is that this is a unique opportunity that the government of UAE, out of its consideration for the welfare of Indian nationals and the foreign nationals, has extended to people. The amnesty scheme this time is unique in the sense that there will be no ban levied for the re-entry of people back into United Arab Emirates. There will be no fees that is charged for the exit, except for the processing charges that Amer centers would levy. This is what we have been told. This is what is being publicized. So it is a unique opportunity for people who have ended up being illegal or overstaying in this country for whatever reason to avail of it and decide on whether they want to return back to India or to stay here and regularize their stay. So both the government of UAE and the government of India is willing to facilitate as per the requirements of our nationals. Thank you. ഇപ്പോൾ 2018 ശേഷമാണ് ഇങ്ങനെയൊരു ഗ്രേസ് പീരീഡ് എന്നുള്ള പേരിൽ ഗവൺമെൻറ് ഈ ഒരു ആംനസ്റ്റി അനൗൺസ് ചെയ്തിരിക്കുന്നത്. 2 മാസമാണ് ഇത് പ്രയോജനപ്പെടുത്താൻ പറ്റുക, സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ 30 വരെ. ഇപ്രാവശ്യത്തെ ഒരു പുതിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദുബായിൽ ഈ ആംനസ്റ്റി പ്രകാരം നിയമപരമായ കാര്യങ്ങൾ മാത്രമല്ലാതെ അവരുടെ വൺസ് ദേ ഫിനിഷ് ദെയർ ലീഗൽ പ്രൊസീജിയേഴ്സ്, വൺസ് ദേ ക്ലിയർ ദെയർ ലീഗൽ സ്റ്റേറ്റസ്, ഇവിടെ പലർക്കും ജോലി കൂടെ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. 15 കമ്പനികളാണ് ദുബായിൽ അൽ-അബീർ സെൻറ്ററിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ് ഇതിന് പ്രത്യേകമായ സജ്ജീകരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഞാനിവിടെ പലരുടെയും സന്തോഷകരമായുള്ള ഒരു റെസ്പോൺസ് കണ്ടു. തിരിച്ച് നാട്ടിലേക്ക് പോകാം, ഇനി ഒരു രക്ഷയുമില്ല എന്ന് വിചാരിച്ച് വന്നവർ ഇവിടെ സ്പോട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ജോലി നേടുകയും പുതിയൊരു ജീവിതത്തിലേക്ക് വീണ്ടും യാത്ര തുടങ്ങുകയും ചെയ്യുന്ന ഒരു സന്തോഷകരമായ കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. അതിനിടെ റെസിഡൻസി നിയമലംഘകർക്ക് രാജ്യം വിടാനായി റെസിഡൻസി വിസ അനുവദിച്ച അതേ എമിറേറ്റിൽ തന്നെ അപേക്ഷ സമർപ്പിക്കണമെന്ന് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ദുബായിൽ ജോലി നേടി രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദുബായിലെ സേവന കേന്ദ്രങ്ങളെ സമീപിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി. 6 വർഷങ്ങൾക്കിപ്പുറം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പൊതുമാപ്പിൽ ദുബായ് GDRFയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഹോട്ട് പാക്ക് ഇവിടെ എത്തിയിട്ടുള്ളത്. പല കാരണങ്ങൾ കൊണ്ട് ഇല്ലീഗൽ സ്റ്റേ ആയിട്ട് ഇവിടെ നിന്നിട്ടുള്ള ഒരുപാട് തൊഴിലാളികളുണ്ട്. അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഫൈനായിട്ടും ഓവർ സ്റ്റേ ആയിട്ടുമുള്ള ആളുകളെ അതിൽ ഹോട്ട് പാക്കിൻ്റെ ഫാക്ടറികളിൽ സ്കിൽഡ് ആയിട്ടുള്ള അൺസ്കിൽഡ് ആയിട്ടുള്ള 200ഓളം തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതിലേക്ക് പല രീതിയിലുള്ള മെക്കാനിക്കൽ മെഷീൻ ഓപ്പറേറ്റേഴ്സ്, അതുപോലെ ഇലക്ട്രീഷ്യൻസ്, ഹെൽപ്പേഴ്സ്, പാക്കിംഗ് ഹെൽപ്പേഴ്സ്, അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഒരു ഡെസ്ക് ഇട്ടിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ പൊതുമാപ്പിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും പിഴ ഇളവ് അധികൃതർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തൊഴിൽ കരാർ, തൊഴിൽ പെർമിറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട പിഴകൾ ഒഴിവാക്കാൻ അപേക്ഷ സമർപ്പിക്കാമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിന് കീഴിൽ കരാർ സമർപ്പിക്കുന്നതിലെ വീഴ്ചയ്ക്കുള്ള പിഴ, വർക്ക് പെർമിറ്റ് പുതുക്കാത്തതിന് ലഭിച്ച പിഴ തുടങ്ങിയ അഡ്മിനിസ്ട്രേറ്റീവ് പിഴകളാണ് പൊതുമാപ്പിൽ ഒഴിവാവുക. ഇതിനായി ആംനസ്റ്റി സെന്ററുകളിൽ സ്ഥാപനങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനാകും.
നമ്മളിൽ പലരും നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരുമ്പോൾ മരുന്നുകൾ കൈവശം വയ്ക്കുന്നത് സാധാരണയാണ്. സാമ്പത്തിക ലാഭം കണക്കിലെടുത്ത് ഇത്തരം മരുന്നുകൾ വലിയ അളവിൽ വാങ്ങി ഖത്തറിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ജയിലിലായേക്കാം. മരുന്നുകൾ ഖത്തറിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നാട്ടിൽ നിന്നും ഖത്തറിലേക്ക് വരുന്ന മലയാളികളിൽ പലരും മയക്കുമരുന്ന് കേസുകളിൽ പിടിയിലാകുന്നത് പതിവ് സംഭവമാവുകയാണ്. കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയകൾ യാത്രക്കാരുടെ അജ്ഞത മുതലെടുത്ത് ബോധപൂർവം കെണിയിൽ കൊടുക്കുന്നതും അറിഞ്ഞുകൊണ്ട് പണമുണ്ടാക്കാൻ എളുപ്പവഴികൾ തേടുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ഖത്തറിൽ നല്ല ജോലിയും വിസയും ടിക്കറ്റും അടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ടായിരിക്കും വളരെ പ്രയാസമനുഭവിക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള യുവാക്കളെയോ യുവതികളെയോ ഇവർ കെണിയിൽപ്പെടുത്തുന്നത്. ആദ്യം ഏതെങ്കിലും തരത്തിലുള്ള സന്ദർശക വിസയും വിമാന ടിക്കറ്റും നൽകിയ ശേഷം ഖത്തറിലെത്തിയാൽ തൊഴിൽ വിസയിലേക്ക് മാറാമെന്ന ഉറപ്പുകൂടി നൽകിയായിരിക്കും നിരപരാധികളെ ഇവർ വിമാനം കയറ്റിവിടുന്നത്. ഖത്തറിലെത്തിയാൽ താങ്കളുടെ മുഴുവൻ കാര്യങ്ങളും നോക്കാൻ ചുമതലപ്പെടുത്തിയ ആൾക്ക് കൈമാറണമെന്ന നിർദ്ദേശത്തോടെ ഇവർ നൽകുന്ന സമ്മാന പൊതികൾ തനിക്ക് ജയിലിലേക്കുള്ള ചുവപ്പ് കാർഡാണെന്ന് തിരിച്ചറിയാത്ത യാത്രക്കാരൻ ദോഹയിൽ അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയിൽ പിടിക്കപ്പെടുന്നതോടെ അയാളുടെ ദുരിതകാലം തുടങ്ങുന്നു. എത്ര അടുപ്പമുള്ളവരായാലും യാത്രയിൽ തന്നുവിടുന്ന സമ്മാനങ്ങളും പഴ്സലുകളും തുറന്നു നോക്കി ഉറപ്പുവരുത്താതെ സ്വീകരിക്കരുതെന്ന ഖത്തർ മന്ത്രാലയം ആവർത്തിച്ച് നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നത്. ജീവിത വിജയം തേടി ഗൾഫിലേക്ക് പോയ കുടുംബത്തിലെ ഏക അത്താണിയായിരിക്കും മിക്കപ്പോഴും ഇങ്ങനെ ജയിലുകളിൽ അകപ്പെടുന്നതും. നാട്ടിലെ അവശേഷിക്കുന്ന കിടപ്പാടം പോലും വിറ്റുപിറക്കി കേസ് നടത്തിയാലും ഇത്തരം കേസുകളിൽ നിന്ന് അയാളെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കില്ല എന്നതാണ് വേദനിപ്പിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം. എന്തു ചെയ്തും എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന യുവാക്കളെയും യുവതികളെയും തിരഞ്ഞെടുത്ത് നല്ല പ്രതിഫലം വാഗ്ദാനം ചെയ്ത് മയക്കുമരുന്ന് കരിയർമാരാക്കുന്ന സംഭവങ്ങളും നിരവധിയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ പിടിക്കപ്പെട്ടാൽ ഒരു മാസത്തിനകം പുറത്തിറക്കാൻ ഖത്തറിൽ ഉന്നതങ്ങളിൽ പിടിപാടുണ്ട് എന്ന ഉറപ്പ് നൽകിയായിരിക്കും ഇത്തരക്കാരെ ചതിയിൽപ്പെടുത്തുന്നത്. മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെടുന്നവർക്ക് ഒരു ദാക്ഷിണ്യവും അനുവദിക്കാത്ത ഖത്തറിൽ പതിറ്റാണ്ടുകൾ നീണ്ട ജയിൽ ശിക്ഷയായിരിക്കും ഇവരെ കാത്തിരിക്കുന്നത്. കഞ്ചാവും ഹാഷിഷും ഗുളികകളും ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് കടത്തിന്റെ അഴിയാക്കുരുക്കുകൾ ഇങ്ങനെ നീളുമ്പോൾ കൃത്യമായ അറിവോ ധാരണയോ ഇല്ലാതെ പലവിധ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ വലിയ അളവിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നിയമക്കുരുക്കിൽ അകപ്പെടുന്ന സാധാരണ പ്രവാസികളുടെ കഥയും മറ്റൊന്നാണ്. ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്ന ചില മരുന്നുകൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ വലിയ തോതിൽ പണം ലാഭിക്കാമെന്ന ചിന്തയാണ് ഇവർക്ക് വിനയാകുന്നത്. ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഖത്തറിലെ സുപ്രീം കൗൺസിൽ ഓഫ് ഹെൽത്ത് പുറപ്പെടുവിച്ച മരുന്നുകൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പല മരുന്നുകളിലും ആഗോളതലത്തിൽ വിലക്കുകളും നിയന്ത്രണങ്ങളുമുള്ള പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ മതിയായ രേഖകളും മെഡിക്കൽ റിപ്പോർട്ടുകളും ഇല്ലാതെ കൂടിയ അളവിൽ ഇവ കയ്യിൽ കരുതുന്നതും ദോഹ വിമാനത്താവളത്തിൽ പിടിക്കപ്പെടുന്നതും ജയിലടയ്ക്കപ്പെടാനുള്ള കാരണമായി തീരും. നിരുപദ്രവകരമെന്ന് നമ്മൾ കരുതുന്ന ജലദോഷത്തിനും ചുമയ്ക്കുമുള്ള ചിലയിനം മരുന്നുകൾ പോലും ഈ ഗണത്തിൽ ഉൾപ്പെടുന്നവയാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഖത്തറിലെ സുപ്രീം കൗൺസിൽ ഓഫ് ഹെൽത്ത് വിവിധ രാജ്യങ്ങളുടെ എംബസികൾക്കായി പുറപ്പെടുവിച്ച വിശദമായ മാർഗനിർദ്ദേശങ്ങളിൽ വിവിധയിനം മരുന്നുകൾ ഖത്തറിലേക്ക് കൊണ്ടുവരുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇതനുസരിച്ച് ഖത്തറിലേക്ക് വരുന്ന വിവിധ രോഗങ്ങളുള്ള യാത്രക്കാർ അവരുടെ സ്വകാര്യ ആവശ്യത്തിനായി കൊണ്ടുവരുന്ന മരുന്നുകളിൽ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളോ മറ്റ് നിരോധിത ഘടകങ്ങളോ ഉണ്ടെങ്കിൽ നിർബന്ധമായും ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച മരുന്നുകളാണെങ്കിൽ അവ കൊണ്ടുവരുന്നതിന് സുപ്രീം കൗൺസിൽ ഓഫ് ഹെൽത്തിലെ ഫാർമക്കോളജി ആൻഡ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് അപേക്ഷ നൽകണം. രോഗിയെ ചികിത്സിക്കുന്ന ആശുപത്രി സാക്ഷ്യപ്പെടുത്തിയ 6 മാസത്തിൽ കൂടുതൽ പഴക്കമില്ലാത്ത വിശദമായ മെഡിക്കൽ റിപ്പോർട്ട് അപേക്ഷയോടൊപ്പം ഉണ്ടായിരിക്കണം. രോഗിയുടെ വ്യക്തിഗത വിശദാംശങ്ങൾ, രോഗനിർണയം, ചികിത്സാ കാലയളവ്, മരുന്നിന്റെ സാക്ഷ്യപ്പെടുത്തിയ കുറിപ്പടികൾ, മരുന്നുകളുടെ ശാസ്ത്രീയ നാമം, ഡോക്ടർ നിർദ്ദേശിച്ച ഡോസുകൾ എന്നിവയാണ് അപേക്ഷയോടൊപ്പം ചേർക്കേണ്ടത്. എല്ലാ രേഖകളിലും ചികിത്സിച്ച ആശുപത്രിയുടെ സീലും നിർബന്ധമാണ്. രോഗി മാത്രമേ മരുന്ന് ഉപയോഗിക്കുകയുള്ളൂവെന്നും അത് അയാളുടെ ഉത്തരവാദിത്തത്തിൽ മാത്രം ഉപയോഗിക്കും എന്നുമുള്ള സത്യവാങ്മൂലവും ഇതോടൊപ്പം ഉൾപ്പെടുത്തിയിരിക്കണം. രോഗിയുടെ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും ഇതോടൊപ്പം അറ്റാച്ച് ചെയ്യാൻ മറക്കരുത്. ഇനി സാധാരണയായി തുടർച്ചയായി കഴിക്കേണ്ടി വരുന്ന രക്തസമ്മർദ്ദം, പ്രമേഹം പോലുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുകളാണ് ഏതാനും മാസങ്ങളിലേക്കുള്ള അളവിൽ കൊണ്ടുവരുന്നതെങ്കിൽ ആശുപത്രിയുടെ സീലോടുകൂടിയ കുറിപ്പടി കൂടെ കയ്യിൽ കരുതിയാൽ മതിയാകും.
ഇനി കുവൈറ്റിലേക്കാണ് യാത്ര. കുവൈറ്റിലെ ഭക്ഷണ വിശേഷങ്ങളെക്കുറിച്ചാണ് ഈ ആഴ്ച നമ്മൾ പരിശോധിക്കുന്നത്. അറബ് സംസ്കാരത്തിന്റെ ഭാഗമായ പ്രാദേശിക ഭക്ഷണങ്ങൾ രുചി കൊണ്ടും കാണാനുള്ള ഭംഗി കൊണ്ടും ശ്രദ്ധേയമാണ്. മജ്ബൂസ്, ഖബ്സ എന്നിവയാണ് പ്രധാന കുവൈറ്റി ഭക്ഷണങ്ങൾ. ഇവ സാധാരണയായി മട്ടൻ, ചിക്കൻ അല്ലെങ്കിൽ മത്സ്യം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന രുചിയുള്ള അരി വിഭവങ്ങളാണ്. തൈരാണ് ഇതിന് കൂടെ പ്രധാനമായി ഉപയോഗിക്കുന്ന മിശ്രണം. അറബ് ബ്രെഡുകൾ, ഹമ്മൂസ്, ഫലാഫൽ തുടങ്ങിയ അറബ് വിഭവങ്ങളും ഇതോടൊപ്പം സെർവ് ചെയ്യുന്നുണ്ട്. കുവൈറ്റികളുടെ ഇഷ്ടഭക്ഷണമാണെങ്കിലും പ്രവാസി സമൂഹത്തിനും ഇപ്പോൾ ഈ ഭക്ഷണങ്ങളോട് വലിയ താല്പര്യമാണുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് കലർപ്പില്ലാത്ത ശുദ്ധമായ ഭക്ഷണമാണെന്നുള്ളതും മസാലക്കൂട്ടുകളുടെ മിതമായ ഉപയോഗവുമാണ്. പ്രവാസികളിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യക്കാർക്കും അറബ് ഭക്ഷണ സംസ്കാരത്തോട് വളരെ അടുപ്പമാണുള്ളത്. പ്രവാസത്തിന്റെ കാലം നീണ്ടുപോകും തോറും ഈ ഇഴയടുപ്പം കൂടി വരുന്നതായാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ഭക്ഷണ വൈവിധ്യത്തിൽ ദക്ഷിണേന്ത്യൻ ഭക്ഷണങ്ങളും വടക്കേ ഇന്ത്യൻ വിഭവങ്ങളും പ്രവാസ ലോകത്തിൽ ലഭ്യമാണ്. കുവൈറ്റി സമൂഹം പ്രത്യേകിച്ച് സാലഡ്, ജ്യൂസ്, സ്നാക്കുകൾ പോലെയുള്ള ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പിന്തുടരുന്നവരാണ്. നാടിനെ അറിയുന്ന അവിടുത്തെ കാലാവസ്ഥയനുസരിച്ച് ഭക്ഷണങ്ങൾ ക്രമീകരിക്കുന്ന സ്വദേശികളുടെ പാത പിന്തുടരുന്ന വിദേശികളും ഇതേ ശീലങ്ങളാണ് തുടരുന്നത്. അതിനാൽ തന്നെ കുവൈറ്റിലെ എല്ലാ മേഖലകളിലും ഇത്തരം ഭക്ഷ്യവിഭവങ്ങൾ വിൽക്കുന്ന നിരവധി കടകൾ കാണാം. ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും കുവൈറ്റിൽ വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. അതിനാൽ തന്നെ ലോകോത്തര ബ്രാൻഡുകളുടെ പ്രധാന വിപണികളിൽ ഒന്നാണ് കുവൈറ്റ്. കുവൈറ്റിൽ ഫാസ്റ്റ് ഫുഡ് ശൃംഖലകളും പ്രമുഖ ഭക്ഷണ ശൃംഖലകളും ചെറുകിട റെസ്റ്റോറൻറ്റുകളും കൂടുതലായി കണ്ടുവരുന്ന പ്രധാന പ്രദേശങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സാൽമിയയാണ്. സാൽമിയ കുവൈറ്റിലെ ഏറ്റവും തിരക്കേറിയ പ്രദേശങ്ങളിൽ ഒന്നാണ്. ഇത് ഫുഡ് ഹബ് ആണെന്നും പറയാം. ഫാസ്റ്റ് ഫുഡ് ശൃംഖലകളും ഇന്റർനാഷണൽ റെസ്റ്റോറൻറ്റുകളും ഇവിടെ ധാരാളമുണ്ട്. അമേരിക്കൻ, ഇന്ത്യൻ, ചൈനീസ്, ഇറ്റാലിയൻ, അറബിക് വിഭവങ്ങൾ ഇവിടെ സർവ്വസാധാരണമാണ്. പ്രവാസികൾ കൂടുതലായി താമസിക്കുന്ന മഹബൂല കുവൈറ്റിലെ മറ്റൊരു പ്രധാന ഭക്ഷണ കേന്ദ്രമാണ്. ഇവിടെ വിവിധതരം ഭക്ഷണ ശൃംഖലകൾ പ്രവർത്തിക്കുന്നുണ്ട്. കുവൈറ്റിലെ പ്രധാന വ്യാപാര കേന്ദ്രവും ഭക്ഷണ കേന്ദ്രവുമായ ഫാഹഹിൽ അതിന്റെ വമ്പൻ ഷോപ്പിംഗ് മാളുകൾ കൊണ്ടും ഫുഡ് കോർട്ടുകൾ കൊണ്ടും പ്രശസ്തമാണ്. ഇന്റർനാഷണൽ ഫുഡ് ശൃംഖലകളും തദ്ദേശീയ വിഭവങ്ങളും ഇവിടെ സാധാരണമാണ് താനും. എടുത്തു പറയേണ്ടത് കുവൈറ്റിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ അവന്യൂസ് മാളിനെ കുറിച്ചാണ്. ഫുഡ്, ഭക്ഷണം, ഷോപ്പിംഗ്, വിനോദം എന്നിവയ്ക്കായി ലോകത്തിലെ തന്നെ വലിയിടങ്ങളിൽ ഒന്നാണിത്. ഡൈനിങ് സ്ട്രീറ്റുകളുടെ മാതൃകയിൽ കിലോമീറ്ററുകൾ നീളുന്ന ഇൻഡോർ ഡൈനിങ് ഏരിയയാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത. ലോകത്തെ പ്രമുഖ ഭക്ഷണ ശൃംഖലകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ പ്രധാനപ്പെട്ട മാളുകളായ അൽഖുത്ത് മാൾ, 360 മാൾ തുടങ്ങിയ ഇടങ്ങളും അന്താരാഷ്ട്ര ഭക്ഷ്യവിഭവങ്ങൾക്ക് പേര് കേട്ടതാണ്. ഇവിടുത്തെ പ്രധാന പ്രദേശങ്ങളിൽ ഫാസ്റ്റ് ഫുഡ്, അന്താരാഷ്ട്ര ഭക്ഷണ ശൃംഖലകൾ, തദ്ദേശീയ വിഭവങ്ങൾ എന്നിവ പ്രവാസികളും നാട്ടുകാരും ഒരേപോലെ ആസ്വദിക്കുന്നുണ്ട്. വിശേഷ ദിവസങ്ങളിൽ ഇന്ത്യക്കാർ അവരുടെ തനതായ പാരമ്പര്യ ഭക്ഷണങ്ങൾ, ഓണസദ്യ, വിഷുവിനും ദീപാവലിക്കും അനുയോജ്യമായ വിഭവങ്ങൾ തുടങ്ങിയവ ഉണ്ടാക്കുന്നതും പതിവാണ്. അതോടൊപ്പം ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ ഇത്തരം വിഭവങ്ങൾ എന്നും ലഭ്യമായിരിക്കും. സർക്കാർ തലത്തിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളിലും കുവൈറ്റിന്റെ ശ്രദ്ധ കണിശമാണ്. അതോടൊപ്പം ശുചിത്വ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചാണ് ഓരോ ഭക്ഷണ ശൃംഖലകളും ഹോട്ടലുകളും ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. അറേബ്യ ദിസ് വീക്കിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യ ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.